ആർക്കിപ്പോ പേര് എല്ലാവർക്കും കഴിഞ്ഞ 3 വർഷമായിട്ട് വയനാട്ടിൽ വലിയൊരു സൂര്യകാന്തി പാടം ഉണ്ടായിരുന്നു. ആ സൂര്യകാന്തി പാടത്ത് ധാരാളം ആളുകൾ വന്ന് ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് ഉല്ലസിച്ചൊക്കെ പോയി. ധാരാളം മലപ്പുറത്തുനിന്നും കോഴിക്കോട് നിന്നൊക്കെ ആൾക്കാർ വന്നിരുന്നു. ഇപ്പോ എന്നോടൊപ്പം ഇതാ വീണ്ടും 4ാം വർഷത്തിലൊരു സൂര്യകാന്തി പാടം കൂടി ഇവിടെ മുട്ടിൽ ഒരുങ്ങിയിട്ടുണ്ട്. എന്നോടൊപ്പം ഉള്ളത് മലപ്പുറത്ത് നിന്നുള്ളൊരു വലിയ ഫാമിലിയാണ്. അവരെല്ലാവരും കൂടി പെരുന്നാളിന് വന്നിരിക്കുകയാണ് അല്ലേ? മലപ്പുറത്ത് എവിടെയാണ്? മലപ്പുറം തിരൂരങ്ങാടി. അപ്പൊ നമ്മള് സാധാരണ കർണാടക ഗുണ്ടൽപേട്ടയ്ക്കാണല്ലോ നിങ്ങൾ പോയിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു സൂര്യകാന്തി പാടം പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഇത് ഫസ്റ്റ് ടൈം നമ്മൾ വരുന്നത്. നമ്മളെല്ലാരും ബ്രദേഴ്സും കസിൻസും എല്ലാരും. നമ്മളെ ഡ്രൈവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ഥലമുണ്ട് കാണാൻ വെച്ചിട്ട്. നന്നായിണ്ട്, ഷെറ. അങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഓ, ഇഷ്ടപ്പെട്ടു. എല്ലാരും ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലം, നല്ല അടിപൊളിയാണ്. എല്ലാരും വന്ന് 79 വിജയിപ്പിച്ചു 95 എനിക്ക് തോന്നുന്ന അടുത്ത ഓണത്തിലേക്ക് വയനാട് വിഷൻ കേട്ടോ. പക്ഷെ എല്ലാരും കാണേണ്ട സ്ഥലം. ഗുണ്ടൽപേട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞതുപോലെ ഗുണ്ടൽപേട്ടയൊന്നും പോകണ്ട. സാധാരണ സൂര്യകാന്തി പാടം കാണാനും ചെണ്ടുമല്ലി പാടം കാണാനൊക്കെ ആയിട്ട് നമ്മൾ ഗുണ്ടൽപേട്ടയ്ക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് വയനാട് ജില്ലയിൽ കാക്കവയലിനും മുട്ടിലിനും ഇടയ്ക്കുള്ള നഴ്സറിപ്പടി എന്ന് പറയുന്ന ആ സ്ഥലത്താണ്. വയലിൽ ആണുള്ളത്. ഹൈവേ സൈഡാണ്. എല്ലാവർക്കും വരാനുള്ള വഴി സൗകര്യമുണ്ട്. ഇത് 2 കർഷകർ ചേർന്നാണ് ഈ കൃഷി ഒരുക്കിയിട്ടുള്ളത്. അവർ പല കൃഷിയൊക്കെ ചെയ്തു. കഴിഞ്ഞ 3 വർഷം ചെയ്തു. കുറേ നഷ്ടമൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യം മുട്ടിൽ പഞ്ചായത്തും കൃഷിഭവനും അവർക്ക് സഹായമൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഈ സൂര്യകാന്തി പാടം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മഴ ഇടയ്ക്കൊന്ന് ചതിച്ചെങ്കിലും ഇതിങ്ങനെ വിടർന്ന് ഉല്ലസിച്ച് നിൽക്കുന്നത് കാണാൻ വല്ലാത്തൊരു കാഴ്ചയാണ് കേട്ടോ. എന്താ ഒരു ഭംഗി എന്ന് പറയാൻ പറ്റില്ല. അത് സൂര്യകാന്തികൾ സാധാരണ കിഴക്കോട്ടാണ് വിരിയുക രാവിലെ. പിന്നെ പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുമ്പോഴേക്കും അത് തല കീഴായി അങ്ങോട്ട് പോകും. അത് പൂ പറിക്കാൻ ഒക്കെ ആകുമ്പോഴേക്കും പടിഞ്ഞാറോട്ടായിരിക്കും ഇതിൻ്റെ ഇതുണ്ടാവുക. ഇപ്രാവശ്യം അവർക്ക് പൂക്കളും അതിൻ്റെ വിത്തുകളൊന്നും വിൽക്കാൻ അധികമായിട്ട് കിട്ടിയിട്ടില്ല. കാരണം മഴ കൂടുതലായി പോയതുകൊണ്ട്. ഇങ്ങനെ ഇവിടെ വരുന്ന ഈ സൂര്യകാന്തി പാടം കാണാൻ വരുന്നവർ ഫോട്ടോ എടുക്കും, സെൽഫി എടുക്കും, വീഡിയോ എടുക്കും. അപ്പോൾ അതിനുവേണ്ടി ടിക്കറ്റ് ഇനത്തിൽ ഒരു 10 രൂപ കൊടുക്കും. ആ 10 രൂപയാണ് ഇവരുടെ വരുമാനം. ഏതായാലും അവരെ സംബന്ധിച്ച് അവരും സന്തോഷവാന്മാരാണ്. 2 കർഷകർ, വയനാട്ടിലെ 2 കർഷകരാണ്, പ്രഭാകരൻ ചേട്ടനും ബേബി ചേട്ടനും. അപ്പം എല്ലാവരും വരിക, വയനാട്ടിലെ സന്ദർശകരായി വരിക. ധാരാളം കാഴ്ചകൾ വയനാട്ടിൽ കാണാനുണ്ട്. ഇനി നിങ്ങൾക്ക് സൂര്യകാന്തി പാടവും കാണാൻ പറ്റും. അതാണ് പല ജില്ലകളിൽ നിന്നുള്ള ആളുകൾ വരുന്നുണ്ട്, പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ വരുന്നുണ്ട്. കാരണം ഇതൊരു അപൂർവ കാഴ്ചയാണല്ലോ, അതാണ്. പിന്നെ 3 ഏക്കർ സ്ഥലത്താണ് കേട്ടുള്ളത്. ഏകദേശം 3 ലക്ഷം രൂപ ഇവർ ഇതിനുവേണ്ടി മുതൽ മുടക്കി. അത്രയൊക്കെ വരുമാനം തിരിച്ചു കിട്ടുമെന്നറിയില്ല. അത് അവരങ്ങനെ പ്രതീക്ഷിക്കുന്നുമില്ല. ഏതായാലും അവർക്കും ഒരു മാനസിക സന്തോഷം, പുറത്തുനിന്ന് വരുന്നവർക്കും ഒരു മാനസിക സന്തോഷം. തേനീച്ചകളൊക്കെ ഇങ്ങനെ വന്ന് തേൻ നുകർന്നു പോകുന്നുണ്ട്. ആളുകളൊക്കെ വരുന്നവരൊക്കെ കുറേ സമയം ചിലവഴിച്ചിട്ടാണ് മടങ്ങിപ്പോകുന്നത്. പിന്നെ വഴിയരികിലായതുകൊണ്ട്, റോഡരികിലായതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് വന്നു പോകാനും പറ്റും. അധികം വലിയ ടിക്കറ്റില്ല, വലിയ ദൂരം യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. വയനാട്ടിലെ പ്രതികൂല കാലാവസ്ഥ മാത്രമാണ് ഏക തടസ്സം എന്നാണ് നമ്മുടെ പ്രഭാകരൻ ചേട്ടൻ പറയുന്നത്. നിങ്ങൾക്ക് എന്താ ഈ ആശയം എങ്ങനെ വന്നു എന്നുള്ളത് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഈ ഗുണ്ടൽപേട്ട പോയി പോകുകയാണെന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ആ ഗുണ്ടൽപേട്ട അന്യ സംസ്ഥാനത്തേക്ക് പോകുന്ന പൈസ നമുക്ക് ഇവിടെ എങ്ങനെ വിനിയോഗിക്കാൻ കഴിയും? അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇട്ട് പൂവുണ്ടാക്കിയിട്ട് ഇപ്പോൾ 4 കൊല്ലമായിട്ടും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ പോകുന്നു. നെല്ല് കൃഷി എടുത്തിട്ട് ഇതുവരെ ലാഭം കിട്ടിയിട്ടില്ല. പിന്നെ മുട്ടിൽ പഞ്ചായത്ത് ഞങ്ങൾക്ക് നല്ല സഹായം ചെയ്തു തരുന്നുണ്ട്. അവിടെ കൃഷി ഓഫീസർ, ഇപ്പോൾ ഉള്ള കൃഷി ഓഫീസറും ഈ ശ്രീകാന്ത് സാറിനെ പോലെ തന്നെ ഞങ്ങളെ നല്ല രൂപത്തിൽ സഹായിക്കുന്ന ആളാണ്. അതേപോലെ എന്തെങ്കിലും ഇതിന് ചെടിക്കൊക്കെ കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അയാൾ വിളിച്ച് ഏത് സമയത്ത് അയാൾ വന്ന് അന്വേഷിക്കുകയും ചെയ്യും. നല്ല അവരെ ജീവനക്കാരൊക്കെ അതെ. അതാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ ഒരു ഭാഗം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആൾക്കാർ വരുന്നവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരഭിപ്രായമാണ് പറയുന്നത്. ആരും മോശം പറയുന്നില്ല. ഞങ്ങൾ വെറും നിസ്സാരം 10 രൂപയെ മേടിക്കുന്നുള്ളതാണ്. അപ്പോൾ ഗുണ്ടൽപേട്ട പോകുന്ന പൈസ ഇവിടെ ശരിക്കും ഇപ്പോൾ ഒരു മിനി ഗുണ്ടൽപേട്ട ആയിട്ടുണ്ട്. ഇവിടെ ഇന്നും ഇപ്പോൾ ഉണ്ടാകും ഒരു 500 ആളൊക്കെ വന്ന് പോയിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ അങ്ങ് പോകും, കടന്നു പോകും. ഓക്കെ, നമസ്കാരം. എൻ്റെ പേര് ഷഹീന എന്നാണ്. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ വയനാടിനെ ഒന്ന് കണ്ട് തൊട്ടറിയാൻ, പിന്നെ ഞങ്ങൾക്ക് വയനാട് ഒരു പ്ലാന്റേഷൻ ഉണ്ട്, സാൻഡൽവുഡിൻ്റെ പ്ലാന്റേഷൻ ചെയ്യുന്നുണ്ട് ഞങ്ങളൊരു കമ്പനിയോട് ചേർന്നുകൊണ്ട് തന്നെ. അപ്പോൾ അതിൻ്റെ ഭാഗമായി വയനാടിൽ മൊത്തത്തിലൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ പെരുന്നാളിൻ്റെ സമയത്ത് ഞങ്ങൾ വന്നത്.
അപ്പോൾ ഇവിടെ വരുന്ന വഴിയിൽ കണ്ട ഒരു കൗതുകം എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ പൊതുവെ കാണാത്ത സൂര്യകാന്തികൾ ഇങ്ങനെ വിളഞ്ഞ് പൂത്തു നിൽക്കുന്ന ഒരു പാടം. അത് കാണാൻ നമുക്ക് സാധിക്കാറില്ല. നമ്മൾ പുറം നാടുകളിലും അയൽ സംസ്ഥാനങ്ങളിൽ പോയാലാണ് നമുക്കത് കാണാൻ സാധിക്കുക. പക്ഷെ ഇവിടെ ഇത്ര ഭംഗിയിൽ ഇതിൻ്റെ ഈ മനോഹാരിത ശരിക്കും ഇങ്ങനെ വിളിച്ചോതിക്കൊണ്ട് വരുന്നവരെ ആകർഷിച്ചുകൊണ്ട് ഇവിടെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ കുട്ടികൾക്കും ഏത് ഫാമിലീസ് ആയാലും അവർക്ക് വന്ന് ഇവിടെ ശരിക്കും എൻജോയ് ചെയ്യാനും ഇതിലൂടെ നടന്ന് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാനും വേണ്ടി സജ്ജമാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ കൃഷി ചെയ്ത വ്യക്തികൾ രണ്ടുപേരും അതിനെ സജ്ജമാക്കിയിട്ടാണ് ഈ പാടത്തിനെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിലേറെ സന്തോഷം. അപ്പോൾ ഇവിടെ റോഡുകളിലൊക്കെ നോക്കിയാൽ അറിയാം ഒരുപാട് തിരക്കാണ്. ഇങ്ങോട്ട് യാത്രക്കാരുടെ തിരക്കുണ്ട്, ഇവിടെ കാണാൻ വരുന്ന കാഴ്ചക്കാരുടെ. അപ്പോൾ ആ കാഴ്ച എല്ലാവർക്കും ഒരുപോലെ മനസ്സിനും ശരീരത്തിനും കൗതുകം നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം. അപ്പോൾ ಇನಿയും ഇത്തരത്തിലുള്ള ഉദ്യമങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ഇത്തരത്തിലുള്ള കർഷകർ വളർന്നു വരട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. ഓക്കെ, ನಾವು ಕರ್ನಾಟಕದಿಂದ ಬೆಂಗಳೂರಿಂದ ಬಂದಿರೋದು. ಇದು ಕೇರಳ ಅಲ್ಲಿರೋದು, ವಯನಾಡಲ್ಲಿ ಪಾಯಿಂಟ್ ಇರೋದು. ಇದು ತುಂಬ ಸನ್ಫ್ಲವರ್ಗೋಸ್ಕರ ಇವರು ಒಂದು 3 ಎಕರೆಯಲ್ಲಿ ಎಲ್ಲ ಫುಲ್ ಬೆಳೆದಿದ್ದಾರೆ. ಭಾಳ ಚೆನ್ನಾಗಿ ಮೇಂಟೈನ್ ಮಾಡಿದ್ದಾರೆ. ನೋಡಿ ಎಷ್ಟಿದೆ ತೋಟ, ಹೆಂಗಿದೆ ಇದು. ಎಲ್ಲರೂ ಬರಬೇಕು, ನೀವು ಬಂದು ನೋಡಿ. ഞാൻ ആതിര, ഗവേഷകയാണ്. അപ്പോൾ എൻ്റെ റിസർച്ചിൻ്റെ ആവശ്യമായിട്ട് നമ്മൾ വയനാടൊന്ന് വിസിറ്റ് ചെയ്തതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളപ്പം വയനാടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് കൃഷികൾ, കാപ്പി, ഏലം, കുരുമുളക്, നെല്ല്, ഇതിൻ്റെ ഒക്കെ നാടാണ് വയനാടെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ ഒരു സൂര്യകാന്തി പാടം, സൂര്യകാന്തി കൃഷി നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഈ ഒരു കൃഷിയെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ടൂറിസം അടിസ്ഥാനത്തിൽ ആ ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കുകയാണെങ്കിൽ ഇത് ഇപ്പോൾ തൽക്കാലത്തെ ഒരു താൽക്കാലിക വരുമാനം എന്നോണം അത്യാവശ്യം ഇത് കൃഷി ചെയ്ത ആ ഒരു കർഷകന് അതിൻ്റെ ഒരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു വാണിജ്യ അടിസ്ഥാനത്തിലേക്ക് എത്രമാത്രം ഈ ഒരു മേഖല വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യേണ്ടതാണ്. ബിക്കോസ് ഇതിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പിന്തുണ ഇപ്പോഴും ഇവർക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇനിയും ഒരുപാട് കർഷകർ ഒരുപക്ഷെ ഇത്തരം കൃഷിയിലോട്ടൊക്കെ താല്പര്യമുള്ളവരുണ്ടാകും. അപ്പോൾ അവർ ആ രീതിയിലേക്ക് വാണിജ്യ അടിസ്ഥാനത്തിലേക്ക് ഇത്തരം കൃഷികളിലേക്ക് ഇറങ്ങിത്തിരിക്കണമെങ്കിൽ തീർച്ചയായും ഭരണകൂടത്തിന്റെ സൈഡിൽ നിന്നും ഒരു പിന്തുണ അവർക്ക് കിട്ടേണ്ടതാണ്. അത് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നായാലും മൊത്തത്തിലായാലും ആ ഒരു രീതിയിലുള്ള ഒരു വിശകലനം നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം കൃഷികളെയും കൂടി പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇനിയും നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു വയനാട് ജില്ലയെ വീണ്ടും ഒരു വാണിജ്യാടിസ്ഥാനത്തിലേക്ക് ഈ പൂക്കൃഷി വ്യാപിപ്പിക്കുന്ന രീതിയിലേക്കുള്ള പദ്ധതികൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു. അതിന് ഈ പറഞ്ഞതുപോലെ ഭരണകൂടത്തിന്റെ സൈഡിൽ നിന്നുള്ള നല്ല രീതിയിലുള്ള ഒരു പിന്തുണ ആവശ്യമാണ്.